From this experiment, we conclude that the hydrogen containing compounds such as glucose and alcohol. ഇവിടെ ആസിഡിലും ഹൈഡ്രജൻ ഉണ്ട്, ഗ്ലൂക്കോസിലും ആൽക്കഹോളിലും ഹൈഡ്രജൻ ഉണ്ട്. Glucose and alcohol are not acid because they do not dissociate in water to produce H plus ions. അപ്പൊ H plus ions ഉണ്ടെങ്കിലേ കറണ്ടിനെ കടത്തി വിടുള്ളൂ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറുള്ളൂ, കറണ്ടിനെ കടത്തി വിടുള്ളൂ. അപ്പോൾ കോമ്പൗണ്ട് സച്ച് ആസ് ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ. ഹായ്, ഇന്നത്തെ വീഡിയോ CBC 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, അതിൻ്റെ വിവരണങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്തത് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. ഹൈഡ്രോണിയം, അയൺ. വാട്ട് ഡു ഓൾ ആസിഡ്സ് ഹാവ് ഇൻ കോമൺ? ആസിഡിന് പൊതുവായിട്ട് ഉള്ളതുണ്ട്. HCl ആസിഡ് എടുത്തു, അത് അക്വസ് സൊല്യൂഷൻ, വെള്ളത്തിലേക്ക് ആസിഡ് കലരുന്നു, വെള്ളം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആസിഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ H+ അയോൺസും Cl- അയോൺസും ഉണ്ടാവുന്നു. ഇവിടെ HCl വെള്ളമായിട്ട് ഓരോ HCl മോളിക്യൂൾസ് വരുമ്പോഴും അവിടെ H+ അയോൺസും Cl- അയോൺസും ഉണ്ടാവും. അപ്പൊ HCl അക്വസ് സൊല്യൂഷൻ HCl ഗിവ്സ് H+ ions plus Cl- ions ഉണ്ടാവും. Separation of HCl into H+ and Cl- ions will be possible in presence of water, termed as ionization. ഇതിനെയാണ് അയണൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. H+ ഇനി വീണ്ടും H+ H2O. അപ്പൊ അവിടെ വേർതിരിക്കപ്പെടുന്ന ഡിസോസിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന H+ അയോൺസ് H2 ചേരുമ്പോൾ അവിടെ H3O+ അയോൺസ് ഉണ്ടാവുന്നു. അതിന്റെ പേരാണ് ഹൈഡ്രോണിയം അയോൺ. H3O+ അയോൺ, ഹൈഡ്രോണിയം അയോൺസോടെ ഉണ്ടാവുന്നു. ദിസ് ഹാപ്പൻസ് ബിക്കോസ് H+ അയോൺസ് ആർ നോട്ട് സ്റ്റേബിൾ. ഇത് നമുക്ക് നേരത്തെ അറിയാം, കാരണം കെമിസ്ട്രി പഠിക്കുമ്പോൾ തന്നെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണല്ലോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ H+ അയോൺസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനും സ്റ്റേബിൾ ആക്കാനും വേണ്ടി അതൊരു മോളിക്യൂൾ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് എലമെന്റ്സുമായിട്ട് കൂടി ചേർന്നിട്ടാണ് നിൽക്കുക. അപ്പോ H+ അയോൺ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് അവിടെ ഹൈഡ്രോണിയം അയോൺസ് ആവും. ടു ഇൻവെസ്റ്റിഗേറ്റ് വെദർ ഓൾ ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഹൈഡ്രജൻ ആർ ആസിഡ്. ഹൈഡ്രജൻ ചേർന്ന എല്ലാ കോമ്പൗണ്ട്സും ആസിഡ് ആണോ? ആസിഡിൽ ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ എല്ലാം ആസിഡ് ആയിരിക്കും. The aqueous solution of an acid conducts electricity due to the presence of charged particles called ions in it. അപ്പോ ആസിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയാണോ, അയോൺസ് അവിടെ ഉണ്ട് നമുക്കറിയാം. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റിൽ ആക്ടിവിറ്റീസിലുള്ളതാണ്. അപ്പോ ഡയലൂട്ട് HCl സൊല്യൂഷൻ ആക്കും, അതുപോലെ ഗ്ലൂക്കോസിനാക്കും. അത് ക്വസ്റ്റൻ ആയിട്ട് തന്നെ ആക്ടിവിറ്റീസിലുണ്ട്. അത് ഗ്ലൂക്കോസും ആൽക്കഹോളും കണ്ടെയ്ൻസ്, ഗ്ലൂക്കോസിലും ആൽക്കഹോളിലും ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ അത് കറണ്ടിനെ കടത്തി വിടുന്നുണ്ടോ, കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ആസിഡ് കറണ്ടിനെ കടത്തി വിടുന്നുണ്ട്. ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഫിഗറിൽ എണ്ണയിൽ HCl സൊല്യൂഷനിൽ ഇട്ടേക്കുന്നു, അതിൽ കൂടി ബാറ്ററി ബൾബ് വെച്ചിട്ട് കറണ്ട് കടന്നു പോകുന്നു. രണ്ടാമത്തെ ബീക്കറിനകത്ത് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം അവിടെ ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസോ ആൽക്കഹോളോ ഒക്കെ ആയിരിക്കാം. അപ്പോ അത് അവിടെയും ഇതേപോലെ ബാറ്ററിയും ബൾബും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ബൾബ് കത്തുന്നില്ല, അവിടെ ആദ്യത്തെ ബൾബ് കത്തുന്നുണ്ട്. അപ്പോ അവിടെ അയോൺസിന്റെ പ്രസൻസ് കൊണ്ടാണ് ബൾബ് കത്തുന്നത് നമുക്കറിയാം. ഫ്രം ദിസ് എക്സ്പെരിമെന്റ് we conclude that the hydrogen containing compounds such as glucose and alcohol are not acid because they do not dissociate in water to produce H+ ions. നമുക്ക് ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടെ നോക്കാം. ഇവിടെ കറണ്ടിനെ കടത്തി വിടണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, aqueous solution of an acid conduct electricity due to the presence of charged particles called ions. അപ്പൊ ഇവിടെ ആ ഫിഗറിൽ, ഫസ്റ്റ് ഫിഗറിൽ നോക്കുക, ബൾബ് വെച്ചിട്ടുണ്ട്, സ്വിച്ച് വെച്ചിട്ടുണ്ട്, ബാറ്ററിയിൽ നിന്നും ഈ സൊല്യൂഷനിലൂടെ, അപ്പോ അവിടെ അയണയിൽ വെച്ചിട്ട് അയണയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ അത് തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ല, അത് പിന്നെ സ്വിച്ച് വഴി ബൾബിലേക്ക് പോകുന്നു. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ, രണ്ട് ഫിഗറിൽ അത് തന്നെയാണ്, സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ
ആ സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. അപ്പൊ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ആ സൊല്യൂഷൻ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കണം. കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ എന്ത് വേണം? അയോൺസ് ഉണ്ടാവും. അപ്പോ ഡയലൂട്ട് HCl സൊല്യൂഷനിൽ അത് അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ അവിടെ HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോണും Cl മൈനസ് അയോൺസും ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് ആണ് ഈ കറണ്ടിനെ കടത്തിവിടുന്നത്. പക്ഷേ ഗ്ലൂക്കോസ് സൊല്യൂഷനകത്ത് ബൾബ് കത്തുന്നില്ല. കാരണം ഈ അയണ്ണയിൽ അവിടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുകയാണ്. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ സൊല്യൂഷനിൽ കൂടി കറണ്ട് കടന്നു പോകണം. അപ്പൊ ആ സൊല്യൂഷൻ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തെങ്കിലേ അവിടെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം ബാറ്ററി, ബൾബ്, ബീക്കർ, നെയില്, സ്വിച്ച് ഇതെല്ലാം രണ്ടിലും ഒരുപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം ഈ രണ്ട് എക്സ്പീരിയൻസിൽ വ്യത്യാസം ഒന്നിൽ ഡയലൂട്ട് HCl ആണ്, രണ്ടാമത്തേൽ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഡയലൂട്ട് HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ ബൾബ് കത്തുന്നു. ഇനി ഗ്ലൂക്കോസിന്റെ കേസിൽ അവിടെ ബൾബ് കത്തുന്നില്ല. കാരണം അവിടെ അയോൺസ് ഉണ്ടാവുന്നില്ല. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറുന്നില്ല. അതൊരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കും? അതുപോലെ ആക്ടിവിറ്റീസും ഉണ്ട്. അതിന്റെ ഒരു ആൻസർ ആണിത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ. ഫ്രം ദിസ് എക്സ്പെരിമെന്റ് വി കൺക്ലൂഡ് ദാറ്റ് the hydrogen containing compounds such as glucose and alcohol are not acid. From this experiment we conclude that the hydrogen containing compounds such as glucose and alcohol, ഇവിടെ ആസിഡിലും ഹൈഡ്രജൻ ഉണ്ട്, ഗ്ലൂക്കോസിലും ആൽക്കഹോളിലും ഹൈഡ്രജൻ ഉണ്ട്. ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ ആർ നോട്ട് ആസിഡ് because they do not dissociate in water to produce H+ ions. അപ്പൊ H+ ions ഉണ്ടെങ്കിലേ കറണ്ടിനെ കടത്തി വിടുള്ളൂ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറുള്ളൂ, കറണ്ടിനെ കടത്തി വിടുള്ളൂ. അപ്പോ compounds such as glucose and alcohol are not acid because they do not dissociate in water to produce H+ ions. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി രണ്ട് സൊല്യൂഷനിലും ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ കമ്പൗണ്ട് കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. സച്ച് ആസ് ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ ആർ നോട്ട് ആസിഡ് ബിക്കോസ് ദേ ഡു നോട്ട് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു പ്രൊഡ്യൂസ് H+ അയൺസ്. H+ അയൺസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് ആസിഡ് അല്ല. അതായത് ഹൈഡ്രജൻ ഉള്ള എല്ലാ സൊല്യൂഷൻസും ആസിഡ് അല്ല. ഹൈഡ്രജനെ ഡിസോസിയേറ്റ്, അതായത് ഈ വെള്ളത്തിൽ വാട്ടറിന്റെ H2O സഹായത്തോടെ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസ് ഉണ്ടാക്കുന്ന സൊല്യൂഷൻസ് മാത്രമേ ആസിഡ് ഉള്ളൂ. ആസിഡ് ഡു നോട്ട് ഷോ ആസിഡിക് ബിഹേവിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ സഹായം ഉണ്ടെങ്കിലേ ആസിഡിക് ബിഹേവിയർ കാണിക്കുള്ളൂ, ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ആബ്സെൻസ് ഓഫ് വാട്ടർ എ സബ്സ്റ്റൻസ് വിൽ നോട്ട് ഫോം ഹൈഡ്രജൻ അയൺസ് ആൻഡ് ഹെൻസ് will not show its acidic behavior. ഇപ്പോൾ ഡ്രൈ ഹൈഡ്രജൻ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ അത് എപ്പോഴും ഈ അസിഡിക് ബിഹേവിയർ കാണിക്കണം എന്നില്ല. ആസിഡ് ഡു നോട്ട് ഷോ അസിഡിക്, ആസിഡ് ആണ് പക്ഷെ അത് ആസിഡിന്റെ സ്വഭാവം കാണിക്കില്ല. എന്തുകൊണ്ട്? ആബ്സെൻസ് ഓഫ് വാട്ടർ. കാരണം വെള്ളവുമായിട്ട് ചേർന്നാലേ അവിടെ ഈ ഹൈഡ്രജൻ ഈ ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അവിടെ നമുക്ക് H+ അയോണും OH- അയോണുമായിട്ട് ഇത് മാറണമെങ്കിൽ വെള്ളത്തിന്റെ സഹായം. അപ്പൊ വെള്ളമില്ലാതെ ആണെങ്കിൽ ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്നില്ല. അതിനൊരു എക്സ്പെരിമെന്റ്. ടേക്ക് 0.5 gram ഓഫ് കോപ്പർ ക്ലോറൈഡ് സോൾട്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആഡ് ടു ഇറ്റ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു. ടെസ്റ്റ് ദ ഗ്യാസ് ഇവോൾവ്ഡ് വിത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ലിറ്റ്മസ് പേപ്പർ. അപ്പൊ ഇവിടെ 0.5 gram കോപ്പർ ക്ലോറൈഡ് സോൾട്ട് എടുത്തു. ആഡ് ടു ഇറ്റ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതിലേക്ക് ആസിഡ് ഒഴിച്ചു. ടെസ്റ്റ് ദ ഗ്യാസ് ഇവോൾവ്ഡ്. അപ്പൊ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവണം. വിത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ലിറ്റ്മസ് പേപ്പർ. രണ്ട് തരത്തിലും നമുക്കത് ആസിഡിക് സ്വഭാവം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് തന്നെ ഒഴിച്ചു. ഇനി അവിടെ ഗ്യാസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഗ്യാസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോർക്ക്, ട്യൂബ് എല്ലാം സെറ്റ് ചെയ്തു. വൺ ഹോൾഡ്, സ്റ്റോപ്പ്, കോർക്ക് അതെല്ലാം വെച്ച് അടയ്ക്കാവുന്ന സംവിധാനമാക്കി വെച്ചു. പുറത്തേക്ക് പൈപ്പ്, ബെൻഡ് ട്യൂബ് വെച്ചു. ഇനി
കോപ്പർ ക്ലോറൈഡ് അതിലേക്ക് ഇടുന്നു, അടച്ചു വെക്കുന്നു. അപ്പോൾ അവിടെ ഗ്യാസ് ഉണ്ടാവണം. CuCl2 സോളിഡ് ആണ്, പ്ലസ് H2SO4, CuSO4 പ്ലസ് HCl. അപ്പൊ അവിടെ ഉണ്ടാകുന്ന HCl ഗ്യാസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഈ HCl ഗ്യാസ് ആണ് നമുക്ക് ഈ ട്യൂബിലൂടെ പുറത്തേക്ക് വേണ്ടത്. സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തു. CuCl2 plus H2SO4 gives CuSO4 plus 2HCl ഗ്യാസ്. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന ഗ്യാസ് HCl ഗ്യാസ് ആണ്, ആസിഡിന്റെ ആണ്, പക്ഷെ അത് അക്വസ് അല്ല, അത് ഗ്യാസ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇനി നമ്മൾ ആസിഡ് ആണെങ്കിൽ ആസിഡ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ലിറ്റ്മസ് പേപ്പറിനെ കളർ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ ഇത് ആസിഡ് ആണ്, HCl ആസിഡ് ആണ്, പക്ഷെ അത് ഡ്രൈ ആണ്, ഗ്യാസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന് പേപ്പറിന് കളർ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ? ഇവിടെ എക്സ്പെരിമെന്റ് കാണുന്ന നോ ചേഞ്ച് ആണ്, കളർ ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അപ്പോ ഈ സെപ്പറേഷൻ ഓഫ് HCl into H plus and Cl minus ion will be possible in the presence of water. The process is termed as ionization. നമ്മൾ ആദ്യം പറഞ്ഞു അയണൈസേഷൻ പ്രോസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവിടെ നമുക്ക് ഈ പരീക്ഷണത്തിൽ നമുക്ക് HCl ആണ് കിട്ടിയിരിക്കുന്നത്, ആസിഡ് ആണ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ ആസിഡ് ഗ്യാസ് സ്റ്റേറ്റിലാണ് ഉള്ളത്, ലിക്വിഡ് സ്റ്റേറ്റിലല്ല. അപ്പോ ഈ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ പ്രസൻസ് ഓഫ് വാട്ടറിൽ മാത്രമേ നമ്മുടെ ഹെഡിങ്ങിന് ആസിഡ് ഡു നോട്ട് ഷോ അസിഡിക് ബിഹേവിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ. അപ്പോ ഇവിടെ ഇപ്പൊ ഈ എക്സ്പീരിയൻസിൽ നമുക്ക് ആക്വസ് സൊല്യൂഷൻ അല്ല, ഗ്യാസ് ആണ് HCl. അപ്പോ ഈ ആക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ പ്രസൻസ് ഓഫ് വാട്ടറിൽ മാത്രമേ സെപ്പറേഷൻ ഓഫ് HCl into H plus and Cl minus അയോൺ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇവിടെ HCl H പ്ലസ് അയോൺസും Cl മൈനസ് അയോൺസും ആയിട്ട് മാറിയെങ്കിലേ അവിടെ ആസിഡിന്റെ പ്രോപ്പർട്ടി കാണിക്കുള്ളൂ, അതായത് ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇനി വീണ്ടും എന്ത് ചെയ്തു? അതൊരു വെറ്റ് ലിറ്റ്മസ് പേപ്പർ വെച്ച് നോക്കുന്നു. ഹൈഡ്രജൻ അയോൺസ് കനോട്ട് എക്സിസ്റ്റ് അലോൺ. They will always combine with water and form hydronium ion, H3O plus ion. H plus plus H2O gives H3O plus. ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടായി, അതിന് കാരണം എന്തായിരിക്കും? അത് വെറ്റ് ലിറ്റ്മസ് പേപ്പർ ആയിരിക്കും. അപ്പൊ അതിൽ വെള്ളത്തിന്റെ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതിലെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് H പ്ലസ് അയോൺസും Cl മൈനസ് അയോൺസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത്, അപ്പൊ ഇതിലുള്ള വാട്ടർ കണ്ടന്റിനെ, ആ ലിറ്റ്മസ് പേപ്പറിലുള്ള വാട്ടർ കണ്ടന്റില്ല, അതിൽ H2വുമായിട്ട് ഈ H പ്ലസ് അയോൺസ് റിയാക്ട് ചെയ്താൽ H3O പ്ലസ് അയോൺസ് ഉണ്ടാവും. അങ്ങനെ ആസിഡിക് പ്രോപ്പർട്ടി അത് കാണിക്കുന്നു, പേപ്പറിന്റെ കളർ ചേഞ്ച് ആവും.